അല്ല, അൻവർ UDF-ന്റെ ഭാഗമായിരിക്കുമെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ. ഒരിക്കലുമില്ല. അത് പാർട്ടി തീരുമാനമല്ലേ. നിലമ്പൂരിലെ ഒരു രാഷ്ട്രീയ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ഒരു യുവാവിന്റെ കഥയാണ് ഈ എപ്പിസോഡിൽ പറയാനുള്ളത്. ആരായിരുന്നു PV അൻവർ? ഇപ്പോൾ എവിടെയുണ്ട്? ഇപ്പോഴിതാ UDF-ന്റെ പടിവാതിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമായി. ഏത് കുറ്റിച്ചൂലിനെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയാക്കിയാലും UDF ആര്യടൻ ഷൗക്കത്ത് എന്ന പേര് പറയുന്നുണ്ടോ എന്നറിയാനാണ്, എവിടെങ്ങനെ ആ പേര് കേൾക്കുന്നുണ്ടോ എന്നറിയാനാണ് UDF-ന്റെ പടിവാതിൽ വരെ PV അൻവർ വന്നെത്തിയത്. അതുകൊണ്ടാണ് 2 ദിവസം മുമ്പ് VD സതീശൻ ഇങ്ങനെ പറഞ്ഞ് ജാമ്യമെടുത്തത്. 2 ദിവസം കഴിഞ്ഞ് താൻ പ്രഖ്യാപിക്കും അൻവറിൻ്റെ UDF-ലേക്കുള്ള ആ പ്രവേശന ചടങ്ങ്. അല്ല, അൻവർ UDF-ന്റെ ഭാഗമായിരിക്കുമെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ. UDF തീരുമാനമുണ്ട്. അത് എങ്ങനെയാണ് UDF-ന്റെ ഭാഗമാകുന്നതെന്ന് അടുത്ത ദിവസം തന്നെ പ്രഖ്യാപിക്കും. അത് എന്നെ UDF നേതൃത്വം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരുമായിട്ട് സംസാരിച്ച തീരുമാനം പ്രഖ്യാപിക്കും. തീർച്ചയായിട്ടും ഗുണം ചെയ്യും. അദ്ദേഹം അവിടെ MLA ആയിരുന്ന ആളല്ലേ. വ്യക്തിപരമായി ധാരാളം അവിടെ ബന്ധങ്ങളുള്ള ഒരാളാണ് അൻവർ. UDF-ഉമായിട്ട് പൂർണ്ണമായി സഹകരിക്കും. UDF-ന്റെ കൂടെ അൻവർ ഉണ്ടാവും. അല്ല, അതിനുശേഷം അദ്ദേഹം പല പ്രാവശ്യം അത് ക്ലിയർ ചെയ്ത് ഇന്നുൾപ്പെടെ അദ്ദേഹം പറഞ്ഞു UDF പ്രഖ്യാപിക്കുന്ന ഏത് സ്ഥാനാർത്ഥിക്കും അദ്ദേഹം പിന്തുണ പ്രഖ്യാപിക്കും. അദ്ദേഹം എന്നെ നേരിട്ട് UDF ചെയർമാൻ എന്നുള്ളതിൽ എന്നെ നേരിട്ട് അറിയിച്ചിട്ടുണ്ട്. ഞാൻ അറിഞ്ഞത് നിങ്ങളോടും പറഞ്ഞു എന്നാണ്. ഇപ്പോഴെന്തായി? അൻവറിനെ UDF-ൽ എടുത്തു എന്ന് അന്ന് സതീശൻ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ഇന്ന് ഒരല്പം കൂടി നാണം കെട്ടനെ. എന്തായാലും ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ് PV അൻവർ സതീശനും UDF-നും കോൺഗ്രസിനുമൊക്കെ ഒരു തീരാ ബാധ്യതയും എടുക്കാച്ചരക്കും മൈഗ്രെയിൻ വരെ വരുന്നു നിൽക്കുന്ന തലവേദനയുമാണ്. ഇപ്പോൾ കാര്യങ്ങളെല്ലാം വ്യക്തമായില്ലേ? VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കാത്തതിലാണ് തൻ്റെ അമർഷമെന്നാണ് PV അൻവർ സ്ഥാനാർത്ഥി പ്രഖ്യാപന വാർത്തയറിഞ്ഞപ്പോൾ പ്രതികരിച്ചു കളഞ്ഞത്. അല്ലാതെ തൻ്റെ വ്യക്തിവിദ്വേഷമൊന്നുമല്ലത്രേ. എന്നിട്ട് പിണറായി വിജയനിൽ തുടങ്ങി. പിണറായി വിജയൻ മലയോര കർഷകരെ, മലയോര മേഖലയെ ഒന്നും തിരിഞ്ഞു നോക്കിയില്ലത്രേ കഴിഞ്ഞ 9 വർഷം. ഒടുവിൽ വള്ളം കോൺഗ്രസിൻ്റെ കടവിൽ ഷൗക്കത്തിൻ്റെ അടുത്തുകൊണ്ടും ഘടിപ്പിച്ചു. അപ്പോഴാണ് സതീശിന് കാര്യം മനസ്സിലായത് ഇത് വേലിയിലിരിക്കുന്ന പാമ്പ് തന്നെയാണെന്ന്. VS ജോയ് മലയോര കർഷകരുടെ, മലയോര ജനതയുടെ പ്രതിനിധിയാണെന്നും മലയോര സമൂഹത്തെ കോൺഗ്രസ് അപമാനിച്ചുമെന്നൊക്കെ പറഞ്ഞു തിരിഞ്ഞപ്പോൾ ആര്യടൻ ഷൗക്കത്തിനെ അഭിനന്ദിച്ചുകൊണ്ട് VS ജോയുടെ ഒരു ഫേസ്ബുക്ക് ആശംസയും വന്നു. ഇതോടെ പെട്ടത് പെരുവഴിയിലായത് അൻവർ മാത്രം, ഒപ്പം സതീശനും കോൺഗ്രസും. ഒരിക്കലുമില്ല. അത് പാർട്ടി തീരുമാനമല്ലേ. ഇല്ല, അതൊക്കെ നിങ്ങൾ ആ വിവാദങ്ങളൊക്കെ അവസാനിപ്പിച്ച് നമ്മൾ ഒരു പുതിയ തുടക്കം. തീർച്ചയായും DCC പ്രസിഡന്റ് എന്ന നിലയിൽ പുതിയ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്ന ഘട്ടത്തിൽ പാർട്ടി നേതാക്കന്മാരൊക്കെ സംസാരിച്ചിരുന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതിലൊക്കെ ഞാൻ പൂർണ്ണ സംതൃപ്തനാണ്. തീർച്ചയായും അതിലൊക്കെ സംസാരമൊക്കെ നടന്നിട്ടുണ്ട്. അതിലൊന്നും ഒരു പരിഭവവും പ്രയാസവും എനിക്കില്ല. നിങ്ങൾ എത്ര കോലിട്ടിളക്കിയാലും ഞാൻ പറയുന്ന ഒരു തെരഞ്ഞെടുപ്പിലല്ല, 1000 തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചാലും അര വാക്കുകൊണ്ടോ ഒരു നോക്കുകൊണ്ടോ കോൺഗ്രസ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന, കോൺഗ്രസ് പ്രവർത്തകരെ വേദനിപ്പിക്കുന്ന ഒരു പ്രവർത്തനവും ഒരു നടപടിയും നിലപാടും എന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ എത്ര കോലിട്ടിളക്കിയാലും ഞാൻ ഒരു വാക്ക് പോലും പറയില്ല. VS ജോയ്ക്ക് വേണ്ടാത്ത സ്ഥാനാർത്ഥിത്വം അൻവറിന് എന്തിനെന്നാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ ചോദ്യം. പക്ഷേ UDF-ന്റെ ഭാഗമായി ദിവസങ്ങളിൽ നിന്ന് അൻവർ ആര്യടൻ ഷൗക്കത്തിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ആരിനെ മറുപടി നൽകും? ഇനി ആര്യടൻ ഷൗക്കത്തിൻ്റെ ഫേസ്ബുക്ക് കൂടി ഒന്ന് നോക്കണം. അൻവർ പറഞ്ഞൊക്കെ ശരിയാണോ എന്നറിയാൻ. കഴിഞ്ഞ 4 വർഷം പിണറായി സർക്കാരിനെതിരെ ആര്യടൻ ഷൗക്കത്ത് കമ എന്ന ലക്ഷണം മിണ്ടിയില്ല എന്നാണ് കഴിഞ്ഞ ദിവസം അൻവർ പറഞ്ഞത്. അതിലും വലിയൊരു വെടികൂടി അൻവർ പൊട്ടിച്ചു. വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ആര്യടൻ ഷൗക്കത്ത് മത്സരിക്കാൻ പിൻവാതിൽ നീക്കം നടത്തിയത്രേ. കോൺഗ്രസിന് ഇതിലും വലിയൊരു അടിയുണ്ടോ? CPM-ലേക്ക് ഏത് നിമിഷവും പോവാൻ തയ്യാറായി നിൽക്കുന്ന ഷൗക്കത്തിനെ എന്തർത്ഥത്തിൽ ഇനിയുള്ള 7 മാസത്തേക്ക് വേണ്ടി നിലമ്പൂരിൽ ജയിപ്പിക്കുമെന്നാണ് ഇപ്പോൾ അവിടുത്തെ കോൺഗ്രസ്സുകാർ ചോദിക്കുന്നത്. അതിനിടയിൽ BJP-യുടെ മഹാപ്രഖ്യാപനവും വന്നു. പാഴ്ചിലവായതുകൊണ്ട് നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന്. ഇത് ഇടത് സ്ഥാനാർത്ഥി ജയിപ്പിക്കാനാണെന്ന് കോൺഗ്രസിന് വേണ്ടിയാണെന്ന് ഇടതും പറയും. ഒടുവിൽ ഇടത് സ്ഥാനാർത്ഥി എങ്ങനെ ജയിച്ചാൽ കോൺഗ്രസ്സുകാർ വീണ്ടും പറയും നിലമ്പൂരിൽ CPM BJP ബാന്ധവമെന്ന്. എന്തായാലും സതീശനും കോൺഗ്രസ്സുകാരും സണ്ണി ജോസഫും ഒക്കെ കേൾക്കേണ്ടത് കേട്ടേ പറ്റൂ. എന്തായാലും നിലമ്പൂരിൽ PV അൻവറിൻ്റേത് രാഷ്ട്രീയ ആത്മഹത്യ എന്ന് വേണമെങ്കിൽ പറയാം.
ഒരൊറ്റ ദിവസം കൊണ്ട് അൻവർ ഒന്നുമല്ലാതായിപ്പോയി. ഇനി അൻവർ തൃണമൂലിനെ UDF കയറ്റുമോ? UDF അൻവറിനെ മുന്നണിയിലേക്ക് വലിച്ചടിപ്പിക്കുമോ? അതോ ആര്യാടൻ ഷൗക്കത്തിൽ തട്ടി അൻവർ എന്ന കൊതുമ്പ് വെള്ളം ദൂരേക്ക് ഒഴുകിപ്പോകുമോ? കാത്തിരുന്ന് കാണാം. മറക്കാതെ കാണുക അടുത്ത നിലമ്പൂരിൻ്റെ കഥ പറയുന്ന മറ്റൊരു എപ്പിസോഡിലേക്ക്.